പാളിപ്പോകാൻ വീണ്ടും ഓരോ കെ പദ്ധതി. 2-3 പാളിയിട്ടും ഇനിയെങ്കിലും ഈ കെ എന്ന അക്ഷരമെങ്കിലും മാറ്റിപ്പിടിച്ചൂടെ എന്ന് ജനം ചോദിക്കുന്നുണ്ട്. വെറുതെ എന്തായാലും പാളാനുള്ള പദ്ധതി തന്നെ, ഇതിന് വിരിക്കട്ടെ കെ. എന്തായാലും ബജറ്റിലെ കെ ഹോംസ് പദ്ധതിയെക്കുറിച്ച് കേട്ടവരൊന്നും വാവു എന്ന് പറഞ്ഞില്ല. ഇത് കെ റെയിലിന്റെയും കെ ഫോണിന്റെയും അനുജൻ തന്നെ എന്ന് അവർ അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നടന്ന സംഭവം ഉഗ്രനാണ് കേട്ടോ. കേരളത്തിൽ ആൾ താമസമില്ലാതെ ധാരാളം വീടുകൾ കിടക്കുന്നുണ്ട്. ആ വീടുകളുടെ സാധ്യതകൾ മനസ്സിലാക്കി ടൂറിസത്തിനായി പുതിയ സംരംഭം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ പറഞ്ഞത്. ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു പഴയ പോസ്റ്റ്, ഇതും കെ ഗണത്തിൽപ്പെടുന്ന ഒരു ഉടായ്പ സംഭവമാകും എന്നും 5 കോടി പോയി എന്ന് ഉറപ്പിക്കാനും ഉതകുന്ന ഒന്നാണ്. എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. കെ റൈസ്, കെ റെയിൽ, കെ ഫോൺ, കെ ഓട്ടോ തൊട്ട് കെ ചിക്കൻ വരെ, കോക്കോണിക്സ് തൊട്ട് കോഴഞ്ചേരി പാലം വരെ, സാമൂഹിക സുരക്ഷാ പെൻഷൻ തൊട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വരെ, സബ്സിഡി സാധനം കിട്ടാനില്ലാത്ത മാവേലി സ്റ്റോർ തൊട്ട് മരുന്ന് കിട്ടാത്ത സർക്കാർ ആശുപത്രി വരെ, കാലിയായ ഖജനാവ് തൊട്ട് പണിയാത്ത പത്തനംതിട്ട ഫ്ലൈ ഓവർ വരെ, ലാഭത്തിലോടുന്ന KSRTC തൊട്ട് മഴയത്ത് മുങ്ങുന്ന പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് വരെ, തലച്ചോറിന്റെ ശസ്ത്രക്രിയ ചെയ്യാൻ സൗകര്യങ്ങളില്ലല്ലോ എന്ന് പറയുമ്പോൾ പൊതിച്ചോറുണ്ടല്ലോ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജുകൾ വരെ കേരളം കാത്തിരിക്കുകയാണ്. നവകേരള തീരത്തെത്താത്ത ആടി ഉലഞ്ഞ കപ്പലിൽ നിന്നും മുങ്ങിയ കപ്പിത്താനെ കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ മുൻവിധി വേണ്ട, നമുക്ക് കാത്തിരിക്കാം. കെ ഹോംസ് എന്താകും എന്ന് നോക്കാം. എന്തൊക്കെയായാലും വലുതായിട്ടൊന്നും ആകാനില്ല എന്ന് ജനങ്ങൾ പറയുന്നത് ഒരു പരിധിവരെ കറക്റ്റ് തന്നെയാണ്. കെ ഹോംസിലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം വെറുതെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. അതിലൊരു ആസൂത്രണമോ അത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമോ ഒന്നും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എന്തായാലും കാലിയായ ഖജനാവ് ഒന്ന് നിറയ്ക്കാനുള്ള ഒരു അവസാന ശ്രമമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശ്രമം നടക്കട്ടെ, നമുക്ക് കുറ്റപ്പെടുത്തണ്ട. ബജറ്റ് ഒറ്റനോട്ടത്തിൽ ഇങ്ങനെയാണ്. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് നടത്തിപ്പ് രീതികൾ സ്വീകരിച്ചു മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണിത് എന്നാണ് മന്ത്രി വിശദീകരിച്ചത്. പുതിയ പദ്ധതിയിലൂടെ വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താൻ സാധിക്കും. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചിയുടെ വികസനത്തിന് നിരവധി പദ്ധതികളാണ് സംസ്ഥാന ബഡ്ജറ്റിൽ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. കൊച്ചി മുസ്രീസ് ബിനാലയ്ക്ക് 7 കോടി രൂപയും ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ വികസനത്തിന് 212 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള സമാന സംരംഭങ്ങളിൽ നിന്ന് മാതൃകകളും നടത്തിപ്പ് രീതികളും സ്വീകരിച്ചുകൊണ്ട് മിതമായ നിരക്കിൽ വീടുകളിൽ താമസമൊരുക്കുക എന്നതാണ് കെ ഹോംസ് എന്ന പദ്ധതിയുടെ ഉള്ളടക്കം. വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ പരിപാലനവും സുരക്ഷയും പദ്ധതിയിലൂടെ ഉറപ്പുവരുത്താൻ സാധിക്കും. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല, വാഗ്ദാനങ്ങൾ മാത്രം അവശേഷിപ്പിച്ചു മലയാളികളുടെ വയറ്റത്തടിച്ച 2ാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് എന്നേ ഇതിനെ പറയാൻ സാധിക്കൂ. ബജറ്റിൽ ഭൂനികുതി കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭൂനികുതി സ്ലാബുകളിൽ 50% വർദ്ധിപ്പിച്ചത്. ഇങ്ങനെ ജനങ്ങളെ പിഴിയുന്നതിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണത്രേ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിലും വൻ വർധനമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% കൂട്ടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കും എന്നാണ് ബജറ്റിൽ പറയുന്നത്. വില അനുസരിച്ച് നികുതിയിൽ മാറ്റം വരുമെന്ന് പറയുന്നുണ്ട് എങ്കിലും വർധനവ് തന്നെയാണ് ലക്ഷ്യം. ബാറ്ററി റീഡിംഗ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അവയുടെ വിലയുടെ 10% നികുതി ഈടാക്കും. 20 ലക്ഷത്തിലധികം വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതി. 15 ലക്ഷത്തിലധികം വിലയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് വാഹനവിലയുടെ 8% നികുതി. 15 വർഷം പഴക്കമുള്ള ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും നികുതി 50% ഉയർത്തും. ഇതിലൂടെ 50% അധിക വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതിയും കുത്തനെ കൂട്ടി. നികുതി ഘടന ഏകീകരിച്ച് ലഘൂകരിക്കുമെന്നാണ് പുറമെ പറയുന്നത് എങ്കിലും ഫലത്തിൽ ഇതിലും നികുതി വർധന വരും. കോടതി വ്യവഹാരങ്ങൾ കിട്ടാക്കനിയാകുന്ന തരത്തിൽ കോടതി ഫീസും വർദ്ധിപ്പിച്ചു. 150 കോടി അധിക വരുമാനമാണ് പിണറായി സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നികുതി വെട്ടിക്കുന്ന ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാൻ നിയമം ഉൾപ്പെടുത്തുമെന്നും ബജറ്റിൽ പറയുന്നു. സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1800 രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടായില്ല. പി.കെ. മോഹൻ കമ്മിറ്റി ശുപാർശ അനുസരിച്ച് ഫീസുകൾ ഉയർത്താനും തീരുമാനമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ.